ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഹെയർ കെയർ റുട്ടീനാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മുടീനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്ത് അതിനെ ഡീറ്റാങ്കിൾ ചെയ്യുവാണ്. ആദ്യം ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് ഞാൻ അതിനെ ഡീറ്റാങ്കിൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ചീപ്പ് ഉപയോഗിച്ച് ഡീറ്റാങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മുടീൻ്റെ ബ്രേക്കേജിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് ഡീറ്റാങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഒരു ഉടക്ക് പോലും ഇല്ലാതെ മുടീനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഹെയർ ഓയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഞാനൊരു പാത്രത്തിലെടുത്തു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാസ്റ്റർ ഓയിലിനെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ച് എണ്ണനെ ഞാൻ ചൂടാക്കിയെടുത്തു. അത് ചൂടാക്കി കഴിഞ്ഞ് ഞാൻ അതിനകത്ത് റോസ്മേരി ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും രണ്ടും ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നന്നായി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ ഇനിയും എൻ്റെ ഹെയർ ഓയിൽ തലയിൽ തേക്കാൻ പോവാണ്. നമ്മളിനി മിക്സാക്കിയ ഓയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ മൊത്തം ആവുന്നത് പോലെ നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഓരോ പാർട്ടീഷൻ എടുത്ത് നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഓയിലെടുത്ത് നമ്മുടെ ലെൻസിലും അതിൻ്റെ എൻഡ്സിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ പാർട്ടീഷനായിട്ടും എടുത്ത് ലെന്തിലും എൻഡ്സിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകാനും ഹെയർ ഗ്രോത്ത് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ മുടി മുന്നോട്ടിട്ടിട്ടും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് എൻ്റെ എൻഡ്സിലും ലെൻസിലും നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കെട്ടി വെക്കണം. അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഇത്രയും വെച്ച് കഴിഞ്ഞ് ഷാംപൂ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ. സീ യു. വേറൊരു വീഡിയോമായി നമുക്ക് കാണാം.